ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 19 വ്യാഴാഴ്ച ഈദ് റിലീസായി തിയേറ്ററിലെത്തി എബോ ആവറേജ് ഡീസന്റ് പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് ആട് 3. മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ സംവിധാനം ചെയ്ത ഒരു ഫാന്റസി, പീരിയഡ്, ആക്ഷൻ, ഡ്രാമ, കോമഡി, എന്റർടൈനർ കാറ്റഗറിയിൽ വന്ന സിനിമ മികച്ച സ്വീകാര്യത നേടിയെടുത്തവിടെ ബുക്ക് മൈ ഷോ ട്രെൻഡിങ്ങിലും ബുക്കിങ്ങിലുമൊക്കെ മണിക്കൂറിൽ 14,000 15,000 ടിക്കറ്റുകളൊക്കെ വിറ്റഴിക്കപ്പെട്ട് തിയേറ്ററുകളെ തീപിടിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുക തന്നെയാണ്. 2026 തിയേറ്ററിലത്തെ മലയാള സിനിമകളിൽ മികച്ച സ്വീകാര്യത നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഈ സിനിമ തന്നെയാണ്. ജയസൂര്യ, സൈജു കുറുപ്പ്, വിനായകൻ, രഞ്ജി പണിക്കർ, വിജയബാബു, സണ്ണി വെയിൻ, ധർമ്മജൻ ബോൾഗാട്ടി, ഫഹദ് മാനുവൽ, ഇന്ദ്രൻസ്, ബിജുക്കുട്ടൻ, ഹരികൃഷ്ണൻ എന്നിങ്ങനെ ആദ്യ ഭാഗത്തിലും രണ്ടാം ഭാഗത്തിലും ഭാഗഭാക്കായവർ തന്നെയാണ് മൂന്നാം ഭാഗത്തെയും നയിക്കുന്നത്. ചിത്രം അഡ്വാൻസ് ബുക്കിലൂടെ പ്രീസെയിൽ കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നതും വമ്പൻ തുക തന്നെയാണ്. കേരളത്തിൽ 3,62,00,000, കർണാടകയിൽ 39 ലക്ഷം, തമിഴ്നാട്ടിൽ 11 ലക്ഷം, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 3 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 10 ലക്ഷം, എങ്ങനെ 4,25,00,000 രൂപയാണ് ഇന്ത്യൻ പ്രീസെയിൽ കളക്ഷൻ. വിദേശത്ത് നിന്ന് $1,62,000, അതായത് $1,50,00,000 സ്വന്തമാക്കി ഓപ്പണിംഗ് പ്രീസെയിലായി $5,75,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ ഒരാഴ്ചയിലത്തെ, അതായത് വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ 4 ദിവസത്തെ അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ $7,78,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ആദ്യ ദിവസമായ വ്യാഴാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 6.5-7 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10 കോടിക്ക് മുകളിലുമാണ്. ഇന്ന് മാർച്ച് 19 വ്യാഴാഴ്ച ഈദ് റിലീസായി തിയേറ്ററിലെത്തി വളരെ മികച്ച അഭിപ്രായം നേടിയത് തമിഴ് റൊമാൻറ്റിക് കോമഡി എന്റർടൈനർ സിനിമയാണ് യൂത്ത്. കെൻ കരുണാസ് തിരക്കഥ സംവിധാനം ചെയ്ത് അഭിനയിക്കുന്ന ഈ സിനിമയിൽ അനുഷ്ക അനിൽകുമാറാണ് നായികയായി അഭിനയിച്ചിട്ടുള്ളത്. മലയാളി താരമായ സുരാജ് വെഞ്ഞാറമൂട് ശ്രദ്ധേയ സാന്നിധ്യമായി അഭിനയിച്ചിരിക്കുന്ന ഈ സിനിമയ്ക്ക് എല്ലാ മേഖലയിൽ നിന്നും പോസിറ്റീവ് അഭിപ്രായമാണ് കിട്ടിയിട്ടുള്ളത്. ഈ സിനിമയുടെ ഓപ്പണിംഗ് അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട പ്രീസെയിൽ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ 1,16,00,000 രൂപയും കർണാടകയിൽ 7,50,000 രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ പ്രീസെയിലായി 2,75,000, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 60,000 രൂപ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 1 ലക്ഷം എന്നിങ്ങനെ 1,28,00,000 രൂപയാണ് ഇന്ത്യൻ പ്രീസെയിൽ കളക്ഷൻ. വിദേശത്ത് നിന്ന് $14,000, അതായത് 13 ലക്ഷം രൂപയും സ്വന്തമാക്കി. അങ്ങനെ ഓപ്പണിംഗ് വേൾഡ് വൈഡ് പ്രീസെയിലായി ഈ സിനിമ 1,41,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം സിനിമ പോസിറ്റീവ് അഭിപ്രായം നേടിയതോടെ ഈ സിനിമയുടെ ബുക്കിംഗും കൂടിയിട്ടുണ്ട്. മണിക്കൂറിൽ 5,000, 6,000, 7,000 ടിക്കറ്റുകൾ വരെ ഈ സിനിമയ്ക്ക് വേണ്ടി ബുക്ക് മൈ ഷോ വഴി വിറ്റഴിക്കപ്പെടുകയാണ്. ആദ്യ ദിവസം തമിഴ്നാട് കളക്ഷനായി ഈ സിനിമ 2.5-3 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 3.5 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.